ദീപിക സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്ക്. സ്ട്രെയിറ്റ് ആയിട്ട്. മതി, അങ്ങനെ വരച്ചാൽ മതി. സർ, ജേഴ്സിക്കുള്ള പൈസ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മരിയയ്ക്കും ടീമിന് മുന്നോട്ട് പോകാൻ ഇനി അതൊരു തടസ്സം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ശരി. നല്ലോണം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്ക്. ശിവ, പിള്ളേരിവിടെ കോട്ട് വരയ്ക്കുന്ന കണ്ടില്ലേ? ഒന്ന് സഹായിക്കേ. ഒന്ന് സഹായിക്കടോ. ഇവിടെ ഇരിക്കുവാണോ? എന്താ ശിവേട്ടത്? ഇതോ നിങ്ങളുടെ പുതിയ ജേഴ്സി. ഇതിട്ട് വരാവട്ടോ നാളെ. നിങ്ങളുടെ ഷോർട്സ് എവിടെ? വീട്ടിലുണ്ട് ടീച്ചറെ. വീട്ടിൽ സൂക്ഷിച്ചു വെക്കാനാണോ വാങ്ങി തന്നത്? അതിന്റെ ആവശ്യം നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? ടൂർണമെന്റിൽ ബാക്കിയുള്ള കുട്ടികളുടെ സ്പീഡ് കണ്ടതല്ലേ? യൂണിഫോം ഇട്ടാണെങ്കിൽ ഞങ്ങൾ ജയിച്ചില്ല ടീച്ചറെ. നിർത്ത്. നിങ്ങൾ ജയിച്ച നിങ്ങളുടെ കഴിവുകൊണ്ട് മാത്രമല്ല, അവരുടെ കഴിവില്ലായ്മ കൊണ്ടുകൂടിയാ. ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഇതായിരിക്കില്ല അവസ്ഥ. അവരൊരു ഇഞ്ച് പോലും വിട്ടുതരില്ല. നിങ്ങളുടെ ഗെയിം ഇനി ഒരുപാട് നന്നാവാനുണ്ട്. എല്ലാം തികഞ്ഞെന്ന് തോന്നുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്നോട്ട് ഈ ടീമിൽ അവർ വേണമെന്നില്ല. ഷോർട്സ് ഇടാതെ നാളെ തൊട്ട് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ഈ പരിസരത്ത് ഒരൊറ്റ ഒന്നും ഞാൻ കണ്ടുവരുന്നത്. മനസ്സിലായോ? ഔട്ട്. എന്താ എന്താ ടീച്ചർ പറഞ്ഞല്ലേ ആദ്യം കളിയാക്കുന്നു കേട്ടോ. Seems like the truth to be high with the energy nobody will ever be. Seems like the truth to be high with the energy nobody will ever be. എന്തുപറ്റി ടീച്ചറെ? എന്താ ടീച്ചർ ഇന്ന് പ്രാക്ടീസിന് വരാൻ പറ്റില്ല. എന്താ? അത് അവക്കിപ്പോ പീരീഡ്സ് ആണ് ടീച്ചറെ. ഓക്കെ ശരി, സാരല്ല, പോയി റെസ്റ്റ് എടുത്തു. വാ. സർ, സർ ഒരു 2 മിനിറ്റ് എനിക്കൊരു കാര്യം സംസാരിക്കണമായിരുന്നു. പറഞ്ഞോളൂ. സർ, ടീമിലേക്ക് ഒരു 2 പ്ലേയേഴ്സിനെ കൂടെ സെലക്ട് ചെയ്യാനായിരുന്നു. അതെന്തിനാ? സർ, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട്. അതായത് ഗെയിമിന്റെ സമയത്ത് ആർക്കെങ്കിലും വയ്യാണ്ടാവോ ഇഞ്ചുറിയോ വല്ലതും വന്നാൽ നമ്മൾ പെട്ടുപോകും സർ. എനിക്ക് മറിയോട് റിക്വസ്റ്റ് ഉണ്ട്. എന്റെ മകൾ കനിയെ അറിയാലോ, അവളെ കൂടെ ടീമിലെടുക്കണം. കോളേജ് അഡ്മിഷനൊക്കെ ഗുണം ചെയ്യും. അവള് പഠിത്തത്തിൽ മാത്രമല്ല ഡാൻസിലും ഒക്കെ മിടിക്കുക. സർ, ഞാൻ 2 പേരെ സെലക്ട് ചെയ്തു പോയി. അതിനെന്താ, 3 പേരെ എടുത്തോളൂ. എല്ലാരും വന്ന്. ഇത് നമ്മൾ ടീമിലോട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന പുതിയ 2 പ്ലേയേഴ്സ് ആണ്, വീണയും മാമലവും. കനി എന്താ മോളെ, സമയത്തിന് വരണ്ടേ? അപ്പൊ കനി നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ഇവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ നോക്കട്ടെ, നോക്കട്ടെ, സൂക്ഷിച്ചൊക്കെ ഓടിവിടെ.
വീണതാ ടീച്ചർ. എണീക്ക് എണീക്ക്. ആ സാറില്ല, എണീക്ക്. ജമ്പ് ചെയ്ത് ജമ്പ്. ചാട്. പതുക്കെ പതുക്കെ. ചാടിക്കോ. ശരിക്കും ചാട്. ആ കുഴപ്പമൊന്നുമില്ലല്ലോ. പൊക്കോ പോ. ശിവന് ഒരു 1000 തവണ പറഞ്ഞിട്ടുണ്ട് പറയുന്ന പണി മാത്രം ചെയ്താൽ മതിയെന്ന്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. പൊക്കോ. ടീച്ചർ പറഞ്ഞു കേട്ടില്ലേ? ചെല്ല്. എന്താണ് നോക്കി നിൽക്കുന്ന എല്ലാരും? ഇത് ഫുൾ ടീം ഇല്ലല്ലോ. അഞ്ചും കഞ്ഞി വന്നിട്ടില്ല ടീച്ചർ. ആ വാ, ജോഗ് ചെയ്യാം. വാ. അഞ്ചു എവിടെ? അവക്ക് വയ്യാന്ന് പറഞ്ഞു ടീച്ചറെ. അവളോട് ഇനി എന്നെ വന്ന് കണ്ടിട്ട് പ്രാക്ടീസിന് കയറിയാൽ മതി എന്ന് പറഞ്ഞിരിക്കും. കനി എന്താ രാവിലെ വരാഞ്ഞ്? ടീച്ചറെ ഇന്ന് ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു പ്രാക്ടീസിന് വരണ്ടെന്ന്. നവമിയ മുടിയെന്ന് കൈവിടുവോ? പ്രാക്ടീസിന് തന്നെയാണോ ഇവിടെ വരുന്നേ? എല്ലാവരും റൗണ്ട് പോ. നീ എന്താ പ്രാക്ടീസിന് വരാഞ്ഞ്? ചോദിച്ചു കേട്ടില്ലേ എന്താ പ്രാക്ടീസിന് വരാഞ്ഞെന്ന്? എനിക്ക് വരാൻ തോന്നിയില്ല, അത്ര തന്നെ. ഓ, അപ്പൊ സ്വയം തീരുമാനമൊക്കെ എടുക്കാൻ തുടങ്ങിയോ? ജീവിതത്തിൽ എങ്ങും എത്താത്തന്റെ ദേഷ്യം മൊത്തം പിള്ളേരുടെ മെക്കിട്ട് തീർക്കുന്ന ഒരു ടീച്ചറിന്റെ വാക്ക് കേൾക്കുന്നതിലും ഭേദം സ്വയം അങ്ങ് തീരുമാനിക്കാൻ തോന്നി. ഇനി എന്റെ കൺമുന്നിൽ കണ്ടുപോരുത്, മനസ്സിലായോ? ഹലോ 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 ബെൻ. എന്താ മാഡം, ആകെ ഗൗരവത്തിലാണല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. ബെൻ, ശിവ, അഞ്ജു എന്തെല്ലാം കാര്യങ്ങളായി ഈ തലയിൽ കിടന്ന് ഓടുന്നത്. അഞ്ജു ഒരു കൊച്ചു കുട്ടിയാണപ്പാ. ഈ ആവശ്യമില്ലാത്ത ബന്ധത്തിലൊക്കെ പോയി പെട്ട അത് അവളുടെ ഭാവിയെ ബാധിക്കും. ഇതൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ള മെച്ചൂരിറ്റി ആ കുട്ടിക്ക് ഇല്ല. ഞാൻ പറഞ്ഞ്. അപ്പോ പ്രേമം ഒരു അത്ലറ്റിന്റെ ഭാവിയെ ബാധിക്കുമെന്നൊക്കെ മോക്ക് തോന്നി തുടങ്ങിയല്ലോ. അത് കൊള്ളാം. ഇത് ഞാൻ ഒരിക്കലും അപ്പയോട് ചോദിച്ചിട്ടില്ല. ബെന്നുമായിട്ട് ഇഷ്ടാന്ന് പറഞ്ഞപ്പോ അപ്പ അതൊരിക്കലും എതിർത്തിട്ടില്ല. അത് ശരിക്കും ബന്ധം ഇഷ്ടമായതുകൊണ്ടാണോ അതോ ഇനി എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? എന്റെ കരിയറൊക്കെ മാറ്റിവെച്ച് ബെന്നുമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാൻ ഒതുങ്ങിപ്പോയത് അപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അപ്പയില്ലാതെ ഒറ്റയ്ക്ക് അപ്പയില്ലാതെ അതൊന്നും നേടാൻ പറ്റുന്ന എനിക്ക് തോന്നിയില്ലപ്പ. ആഗ്രഹിച്ചതൊന്നും എന്നെ കൊണ്ട് നേടാൻ പറ്റിയില്ലപ്പ. ഒന്നും ഞാൻ തോറ്റുപോയപ്പ. ഞാൻ തോറ്റുപോയി. ഹലോ.